ഹായ് ഗേൾസ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൽ ഒരു മോഡേൺ ഹൗസ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗേൾസ് ഇപ്പോൾ ഇതുമാവും അത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം കേട്ടോ മോഡേൺ ഹൗസിൻ്റെ പണി. ഓക്കെ, നമുക്ക് ഏറ്റവും നല്ലോണം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ ഗേൾസ്. ഓക്കെ കമാൺ. ഓക്കെ ഗേൾസ്, ഇതും കാര്യങ്ങളൊക്കെ നമ്മുടെ റോക്കറ്റ് ആട്ടോ. ഇതാണ് കേട്ടോ സാധനം. ഇത് ഞാൻ ശരിക്കും വെറുതെ നോക്കിയപ്പോഴാണ് ഇതിന് ഉണ്ടാകുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തോന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ഹൗസ് ഉണ്ടാക്കണം. മോഡേൺ ഹൗസ് നമുക്ക് ഉണ്ടാക്കാനായിട്ടൊരു പ്ലേസ് വേണം. നമുക്ക് ഈ ഏരിയയിലോട്ട് ഉണ്ടാക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് കാണാം കേട്ടോ. സോ ഗൈസ്, നമുക്ക് വീട് പണിയാനായിട്ട് അതിൻ്റെയിലുള്ള ഇത്രയും സാധനങ്ങൾ മാത്രം മതി. സോ നമ്മുടെ പ്ലേസ് ഇവിടെയായിട്ട് പണിതാൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഗൈസ്, ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പണിയാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെയാണ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നടുക്കായിട്ട് വല്ല ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. അത് ഞാൻ ചെയ്തിട്ട് കാണാം കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ ആ കാര്യം. നമ്മളിങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഫുൾ ഇങ്ങനെ ബുക്ക് ഷെൽഫ് വയ്ക്കണം കേട്ടോ. അത് ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളൊരു ലൈബ്രറിയും ഇവിടെ ഇങ്ങനെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ഈ വീടിൻ്റെ ലൈബ്രറി. നമുക്ക് ഇങ്ങോട്ട് ബാക്കിയുള്ള ഒരു ചെറിയൊരു ചെസ്റ്റുള്ള സ്ഥലവും അങ്ങനെ എല്ലാം നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ ഹൗസ്. നമുക്ക് അതിൻ്റെ പണിയെ സ്റ്റാർട്ട് ചെയ്യാം. മുമ്പ് കുറച്ച് പെയിൻറ്റിങ്സ് കൂടെ വയ്ക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് പെയിൻറ്റിങ്സ് കൂടെ വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ബ്രൗൺ കോൺക്രീറ്റ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പരിപാടി ചെയ്യണം. അല്ലെങ്കിൽ വേറെ ഐഡിയ, നമുക്ക് ബെഡ് റോക്ക് വെച്ച് ചെയ്യാം കേട്ടോ. സോ ബെഡ് റോക്ക് എടുക്കണം. ബെഡ് റോക്ക് അത് വെച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ബെഡ് റോക്ക് എടുക്കണമെങ്കിൽ പെയിൻറ്റിങ് എടുക്കാം കേട്ടോ. ബെഡ് റോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഒരു ഇത് വരണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ബെഡ് റോക്ക് കൊണ്ടുള്ള ഒരു ഡോർ വന്ന് മീൻസ് അയൺ ഡോർ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഫുള്ള് ബെഡ് റോക്ക് വെച്ച് കവർ ചെയ്യുക. ഓക്കെ, ചെയ്തിട്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ ഒരു അയൺ ഡോർ ഇവിടെ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് അയൺ ഡോർ വെച്ചാൽ തുറക്കാൻ പറ്റില്ലല്ലേ, നമുക്ക് വേറെ ഉള്ള ഡോർ, നമുക്ക് ഈ ഡോർ വയ്ക്കാം. സ്ക്വാപ്പ് ഡോറിന് അങ്ങനെ എന്തോ ഇതിൻ്റെ പേര്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഫുള്ള് നമുക്ക് ചെസ്റ്റ് വയ്ക്കാം. ചെസ്റ്റ് ഓക്കെ, കുറച്ച് ചെസ്റ്റൊക്കെ വയ്ക്കാം കേട്ടോ. കുറച്ച് വയ്ക്കാം. ഇപ്പോൾ 3 ചെസ്റ്റ് ആയിട്ടോ. ഓക്കെ, ഇനി ഈ സൈഡിലൂടെ ഇങ്ങനെ വെച്ചിട്ട് അയ്യോ, ഈ സൈഡിൽ അങ്ങനെ വെച്ചാൽ ശരിയാകത്തില്ല. എൻ്റെ ഒരു ചെസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചാൽ ശരിയാകത്തില്ലേ. ഒരു ചെസ്റ്റ് ഇവിടെ വെച്ചാൽ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സീക്രട്ട്. ഓക്കെ, ഇനി ഇവിടെ എല്ലാം നമുക്ക് ലൈറ്റ് ലാസ്റ്റ് വയ്ക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഈ സൈഡാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇവിടെ കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ച് സെറ്റാക്കണം. സോ നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ കൂടെ എടുത്ത് ഇവിടെ ഫുള്ള് വയ്ക്കുക കേട്ടോ ഗൈസ്. ഇവിടെ ഫുൾ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിളുമായിട്ടുണ്ട്. ഈ
മതിയല്ലേ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ട് മതി. ഓക്കെ, വെറുതെ സ്പേസ് കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡോറ് പോലും നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഡോറ് വെക്കണം, ഫ്രണ്ട് ഡോറ്. ഇവിടെ ഒരു ഡോറും കൂടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് വേണം കേട്ടോ. ഇതിൻ്റെ വെളിയിലായിട്ട് ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് വേണം, അടിപൊളി മേടിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത്രയും ഇത് മതിയല്ലോ. ഓക്കെ, ഇത്രയും മതി, കുറച്ചുകൂടെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫിഷ് ടാങ്ക് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയിരിക്കും കേട്ടോ ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്യാനുണ്ട് ഈ വീട്ടിൽ. വലിയൊരു വീടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 3 floor അല്ലെ 2 floor ആട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിഷ് ടാങ്ക് പണിയായിട്ടുണ്ട്. ഓക്കെ, ഫിഷ് ടാങ്ക് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഫുൾ സെറ്റായി. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കണോ അതോ ഓക്കെ ഇട്ടാൽ മതി തന്നെ. എത്ര വലിയതാണ്. കുറേ ഇടാട്ടോ. ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇത്രയും പോരെ, മതിയല്ലേ? ഇത്രയും മതി. ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഫൗണ്ടൻ പോലെ ആക്കാം. നമുക്ക് ഫൗണ്ടൻ പോലെ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഫൗണ്ടൻ പോലെ. ഫൗണ്ടൻ പോലെ ഇവിടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, ഫൗണ്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ബാക്കിയുള്ള വെള്ളങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ളത് ഇതൂടാണ്. സോ ഇവിടെ അയ്യോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, ഈ സൈഡല്ലേ അവിടെ ഫുള്ള് ലാഭമുള്ള സ്ഥലമാണ്. ഓ, ഫൈനലി നമ്മൾ ആ പ്രശ്നം ഒഴിവാക്കിയിട്ടുണ്ട്. കുറച്ച് ലാവയൊക്കെ പോയി, എന്നാലും പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെയാണ് അത് ലുക്ക് വരുന്നത്. നല്ല ഒഴിഞ്ഞെങ്കിൽ എന്നാലും കുറച്ചുകൂടെ മീൻ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ഭംഗിയാകത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു ഫൗണ്ടൻ ഫിഷ് ടാങ്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. ഓക്കെ, അത്ര അടിപൊളിയായില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ വേണം. അതിൻ്റെ ആയിട്ട് നമുക്ക് 2 ബ്ലോക്ക് താഴോട്ട് വിളിക്കാട്ടോ. ഓക്കെ, 2 ബ്ലോക്ക് താഴോട്ട് സെറ്റായി. ഇനി അങ്ങോട്ട് എടുക്കാട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ കുറച്ച് വീതി വന്നു, നല്ല നീളത്തിലായിട്ട് ഇത് പണിയാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഹോസ്പിറ്റലുള്ള അങ്ങോട്ട് കുടിക്കുമ്പോൾ ഫുൾ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ എക്സ്പാൻഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പൊക്കം വന്നിട്ട് 3 ബ്ലോക്ക് കേട്ടോ. പൊക്കം ഈ 3 ബ്ലോക്ക് താഴോട്ടും 3 ബ്ലോക്ക് മുകളിലോട്ടും. നമുക്ക് ഇതിൻ്റെ പണി തുടങ്ങാം. ഓക്കെ,
ഗസ് നമ്മളിവിടെ ഫുള്ള് ഇങ്ങനെ ബ്ലോക്ക് വയ്ക്കുക കേട്ടോ. ഇങ്ങനെ യെല്ലോ കോൺക്രീറ്റ് ആണ് ഇതിന് നല്ലത്, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് സ്പോൺസ് ഇരിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു ടാങ്ക് പോലെ ഒരു സാധനമാണ്. സോ അത് ഇതിൻ്റെ പുറത്തൂടെ അങ്ങ് കയറ്റാല്ലേ. ഓക്കെ, നമുക്ക് ഈ വീട്ടിൻ്റെ അകത്ത് ഇൻറ്റീരിയർ കുറച്ചങ്ങ് യെല്ലോ ഇടാല്ലേ, എന്നാലും ആ ഒരു ലുക്ക് കിട്ടും. ഓക്കെ, ഫുള്ള് നമ്മൾ യെല്ലോ അല്ല ബ്രൗൺ ആട്ടോ ഫുൾ ഓവറോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് പ്യുവർ വാട്ടർ വേണം. വാട്ടറാണ് വേണ്ടത്, അല്ലാതെ മീനല്ല, വാട്ടർ. അത് കിട്ടുന്നില്ല. അതെവിടെ എങ്ങനെ എടുക്കുന്നതെന്നാണ് സംശയം. എവിടെയാണ് വാട്ടർ? നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. വാട്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റാക്കാം. കഴിഞ്ഞ ഫുള്ള് ഒഴിച്ചിട്ട് വേണം കേട്ടോ ഗൈസ്. സോ ഗൈസ്, നമ്മളിത് ഫുള്ള് വെള്ളം നമുക്ക് സ്റ്റെപ്പ് കൂടെ ഉണ്ടാക്കണം. സ്റ്റെപ്പ് അങ്ങോട്ട് വേണം, ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പ് വരയിക്കാം നമുക്ക്. സോ അങ്ങോട്ട് വേണം വരയിക്കാം. ഓക്കെ, സ്റ്റെപ്പ് അത് സ്റ്റേഴ്സ് വെക്കുമല്ലേ, അതാണ് കുറച്ചുകൂടെ നല്ലത്. പണിയുന്നതിനെക്കാട്ടി സ്റ്റേഴ്സ് വെക്കുന്നതാണ്. ഓക്കെ, സ്റ്റേഴ്സ് വെക്കാനായിട്ട്. ഓക്കെ ഓക്കെ, ഇനി ഇതിന് മുകളിൽ അങ്ങനെ വെക്കുന്നില്ല. ഓക്കെ, അങ്ങനെ വെക്കാം. ഓക്കെ, ഇങ്ങനെ ഇതിന് ഉള്ളപ്പോൾ സ്റ്റെയർ വെച്ചപ്പോൾ ഒരു സെറ്റ് ആവത്തില്ലേ? അല്ല, വേണ്ട, നമുക്കിത് ഇങ്ങനെ അങ്ങ് ചെയ്യാം കേട്ടോ. ബ്ലോക്ക് വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ സെറ്റ്. ഇനി ഇവിടെ ചെറുതായിട്ട് ഇത് കൂടെ ഓഫ് ലീവ്സ് കൂടെ വെക്കാം. ഓക്കെ, ഇതില്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും, അതുകൊണ്ടാണ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം സെക്കൻഡ് ഫ്ലോർ. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇൻറ്റീരിയർ വേണം, പിന്നെ റൂഫ് ഇടണം. സെക്കൻഡ് ഫ്ലോർ നോക്കാം. ഓക്കെ, നമുക്ക് ചെയ്യാനുള്ള ഇവിടെ ഒരു ചെറിയൊരു സോഫ വേണം. സോഫ. സോ നമുക്ക് ഇവിടെ ഒരു സോഫ ടൈപ്പ് ഉണ്ടാക്കാമല്ലേ, വലിയൊരു സോഫ ആണ്. ഓക്കെ, വലിയ സോഫ വേണം നമുക്ക്. ആ മീനൊക്കെ ചാടിപ്പോണ, എന്തിനു ചാടുന്നത്? ഇത് കുറച്ചുകൂടെ ഹൈറ്റിൽ വെച്ചാൽ
ഗൈസ് അപ്പോൾ നമ്മുടെ സ്റ്റെയർസ് ഈ ഏരിയയിലായിട്ട് നമുക്ക് കാട്ടാം ഗൈസ്. സ്റ്റെയർസ് പക്ഷേ എനിക്കൊരു ഐഡിയ ഇല്ല ഇങ്ങനെ വയ്ക്കാം. സോ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ആക്കാമല്ലേ സ്റ്റെയർസ്, അതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഇവിടെ ഇങ്ങനെ ആക്കാട്ടോ ഗൈസ്. അല്ലെങ്കിൽ സ്റ്റെയർസ് വയ്ക്കണ്ട, നമുക്ക് ഇങ്ങനെ അങ്ങ് വയ്ക്കാം. ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇങ്ങനെ അങ്ങ് വെച്ച് പോകണം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ നടന്നാലേ നമ്മുടെ സ്ഥലത്തോട്ട് എത്താൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ രണ്ടും ഇങ്ങനെ വിട്ട് കളയാതെ. സോ സ്റ്റെയർസ് ഇവിടെ നമ്മൾ അവിടെ ചെയ്തതുപോലെ നമ്മൾ ഇവിടെ ഇങ്ങനെ ലീവ്സ് വയ്ക്കാൻ പോകാട്ടോ ഗൈസ്. വലിയ സ്റ്റെയർസാണ് അത്രയും നമ്മളൊരു സ്റ്റെയർസ് അപ്പോൾ സെറ്റ് ഒരു റൂം വരുന്നത് ഇതാ ഇവിടെ ആയിട്ട്. സോ ഇവിടെ റൂമും നമ്മൾ ബ്രൗൺ വെച്ചിട്ടാണ്. ഒരു 5 ബെഡ് വേണം റൂമിൽ. നമ്മളിങ്ങനെ ഇട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവിടെ ഒരു ഡോർ വയ്ക്കണം കേട്ടോ. ഡോർ വയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ബെഡ് ഇടണം. ബെഡ് 1 2 3 ഓക്കെ 4 5 ബെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഇതിൽ നേരത്തെ ചെയ്ത പോലെ ബുക്സ് ആൻഡ് ബട്ട് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഇടാട്ടോ. 4 എണ്ണം പോരാ, ഇത്ര ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് മതി. ഇനി ലാറ്റും കൂടെ വേണം. ഓക്കെ ഇനി നമുക്ക് ഇതിടാട്ടോ ഗൈസ്. ഓക്കെ, റൂഫിടാം. ഇത് നമുക്കിതാ ഇത്രയും മതി കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സോ അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പണിയാൻ പോകുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ടെറസ് ഇതാട്ടോ. ടെറസിലോട്ടുള്ളൊരു വേ കണ്ടില്ലേ? ഇത് തുടങ്ങുന്നത് ഇത് ടെറസാണ്. അതൊരു റൂം കണ്ടില്ലേ? എന്നിട്ട് ഇനി നമുക്ക് ഇതിലിട്ട് റൂഫിടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സോ നമുക്ക് ഇങ്ങനെ ഇടാം. ഇവിടെ ഒരു എന്താണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ആദ്യം ചെയ്യുന്നത് ഇനി ഇവിടെ വേറൊരു ഡോർ വെച്ചിടാം. ഓക്കെ, എന്നിട്ട്
ഇവിടെ നമ്മൾ സെറ്റാക്കിക്കൊണ്ട് അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്.